കഴിഞ്ഞ ദിവസം ഞാൻ ചേമ്പിൻ്റെ തട മെഴുക്ക് പുരട്ടി വെച്ചു എന്ന് പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു ഇതിൽ ചേമ്പിൻ്റെ തടയെന്നല്ല പറയുന്നത്, ഇത് തള്ളക്കിഴങ്ങാണ് എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്ക് സത്യത്തിൽ ഇതിൻ്റെ പേരറിയത്തില്ല. ഞാൻ ചേമ്പിൻ തട എന്നാണ് കേട്ടിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് ഒരു കറി വെക്കുമെന്ന് പറഞ്ഞു. അത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ മെഴുക്ക് പുരട്ടി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ചിലരാണെങ്കിൽ ഇത് കഴിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ശരിയാണ്, ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. ഇതൊക്കെ പഴമയുടെ രുചികളാണ്. ഇതിൻ്റെ ഗുണഗണങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഇതിനോടൊരകൽച്ചയൊക്കെ പലർക്കും തോന്നാറുമുണ്ട് അല്ലേ. പണ്ടൊക്കെ നമ്മൾ പറമ്പിലൊക്കെ ഓടിക്കളിച്ച് നടക്കുന്ന സമയത്തെ കിട്ടുന്ന പറങ്കിപ്പഴവും മാങ്ങയും ഞാവൽപ്പഴവും ഒക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടൊന്നുമല്ല കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കിട്ടുമ്പോൾ എത്രയും പെട്ടെന്ന് അതങ്ങ് അകത്താകും, അല്ലെങ്കിൽ പുറകെ ഓടി വരുന്നവർ അതും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടും. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം തന്നെയായിരുന്നു. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടമായി പോയ സന്തോഷങ്ങൾ. പറങ്കിപ്പഴം വീണ് കാണാതെ കിടക്കുമല്ലോ, എന്നിട്ടത് മഴ പിടിക്കുമ്പോഴത്തേക്ക് പൊട്ടി മുളയ്ക്കും. ആ മുളപ്പ് കഴിക്കാൻ എന്തൊരു രുചിയായിരുന്നു. ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഇത് വല്ലതും കണ്ടിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ?